മക്ക KMCC മീഡിയ വിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം വളരെ വൈകാരികമായ ദിവസമാണ്. ഇന്ത്യൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി വന്ന ഇന്ത്യൻ ഹജ്ജ് മലയാളികൾ അവസാനത്തെ ഹാജിമാരാണ് ഇന്ന് 185 ബിൽഡിംഗ് നമ്പറിൽ നിന്നും പോകുന്നത്. 2 മാസക്കാലത്തോളം സേവന രംഗത്ത് മക്ക KMCC പ്രവർത്തകർ ഊണും ഉറക്കവുമില്ലാതെ സേവന രംഗത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ അനുഭവങ്ങളും അവരുടെയൊക്കെ വൈകാരികമായ നിമിഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഓരോ നമ്മുടെ KMCC വളണ്ടിയർമാരോട് അവരുടെ വൈകാര്യ അനുഭവങ്ങളും ഈ വർഷത്തെ ഹജ്ജിന്റെ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ പ്രിയങ്കരനായ കുട്ടി സാഹിബ് ഇവിടെ ഉണ്ട്. നമുക്കറിയാം രചയിതാവും പാട്ടുകാരനുമൊക്കെമായ നമ്മുടെ കുട്ടി സാഹിബ്, മക്ക KMCC പഴയകാല നേതാവും ഒക്കെമായ നമ്മുടെ കുട്ടി സാഹിബ് ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം കുട്ടി സാഹിബിന്റെ ഈ വർഷത്തെ ഹജ്ജിനെ കുറിച്ചിട്ടും ഹജ്ജിന്റെ അനുഭവങ്ങളെ കുറിച്ചും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, വളരെ സുദീർഘമായ പ്രവർത്തനമാണ് KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ, അതുപോലെ മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ ഒക്കെ കീഴിലുള്ള പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബ് നേരത്തെ പറഞ്ഞ പോലെ 91 മുതൽ മക്കയിലുണ്ട്. 91 മുതൽ ആദ്യം മക്കയിൽ വരുമ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട പ്രമുഖരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സുലൈമാൻ സാഹിബ്. ഇങ്ങനെ ആഷിം മൊയ്ക്കൽ, PV അബ്ദുറഹ്മാൻ തുടങ്ങി തെറ്റത്തോ മൂർട്ടി ഹാജി, ശീലത്ത് ബീരാൻകുട്ടി, അതുപോലെ മൊയ്തീൻ അഹമ്മദ് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ ഒരു ഒട്ടനേകം നേതാക്കൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അവരിലൂടെ ഒക്കെ കണ്ട് ശീലിച്ച ഒരു KMCC ഉണ്ട്. പക്ഷെ അത് KMCC ഇന്ന് വളർന്ന് പന്തലിച്ച് ശാസ്ത്രീയമായ ചിട്ടയിലൂടെ സംഘടനാ രംഗത്ത് വളരെ മികവുറ്റ സേവനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് നാട്ടിൽ നിന്നെത്തുന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള എല്ലാ ഹാജിമാർക്കും വളരെ വിലപ്പെട്ട സേവനങ്ങളാണ് KMCC കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകിയിട്ടുള്ളത്. ഇക്കുറി പ്രത്യേകിച്ച് കർശനമായ നിയന്ത്രണങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് വളരെ പ്രശംസനീയമായ സേവനങ്ങളാണ് KMCC പ്രവർത്തകർ മിന, മുസ്ദലിഫ, അറഫ, മശായിറുകളിൽ, അതുപോലെ മിനയിലും അവരുടെ ഹാജിമാരുടെ ക്യാമ്പുകളൊക്കെ കേന്ദ്രമാക്കി വരുമ്പോഴുള്ള ഭക്ഷണം മുതൽ അവർ തിരിച്ചു പോകുമ്പോൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്ന വരെയുള്ള എല്ലാ സേവനങ്ങളും ചെയ്തത്. KMCCയുടെ മീറ്റിംഗിലൊക്കെ ആദ്യമായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ സാഹിബ് പറയുന്ന ഒരു വാചകമുണ്ട്: ഒന്നാമത്തെ ഹാജി മക്കയിലിറങ്ങി, അവസാനത്തെ ഹാജിയും മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരെ. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ഹാജിമാരാണ് വന്നിറങ്ങിയത്, പക്ഷെ അവരിൽ ഒട്ടേറെ പേർ മരിച്ചാണ് പിരിഞ്ഞു പോയത്. അവരെ അവരുടെ മയ്യത്തുകൾ ഹോസ്പിറ്റലുകളിൽ നിന്നെടുത്ത് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് മക്കയിലെ ഖബർസ്ഥാനുകളിൽ അവരെ മറമാടി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിപൂർണമായ അർത്ഥത്തിൽ ഹാജി വന്നിറങ്ങിയ മുതൽ ഓരോ ഹാജിയും വിടവാങ്ങുന്നവരെയുള്ള സമ്പൂർണമായ സേവനമാണ് KMCC പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. മിക്ക സംഘടനകളും വരുമ്പോ ഒന്ന് കാണും, മുഖം കാണിക്കും, പിന്നീട് അവരെ കാണാതാവും. പക്ഷെ KMCC ദൈനംദിന ഹാജിമാരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് അവരുടെ അവസാനത്തെ സംഘം, ഹാജിമാരുടെ അവസാനത്തെ സംഘം അസീസിയയിൽ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ അവരെ യാത്ര അയക്കാനുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് ഈ കൂടി നിൽക്കുന്നവരൊക്കെ. ഇനിയും സഹോദരിമാരൊക്കെ അപ്പുറത്തുണ്ട്. ഞാൻ കുറച്ചു നേരത്തെ വനിതാ വിങ്ങിലെ ഒരു സഹോദരിയോട് ചോദിച്ചു, 7 പേരാണ് അവര് അറഫയിലും മിനയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇത്രയും കൂടുതൽ ഹാജിമാർ വന്ന സമയത്ത് KMCCയുടെ വനിതാ വിങ്ങിലുള്ള സജീവമായി പ്രവർത്തിച്ച 7 അംഗങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ കർശനമായ നിയന്ത്രണം കാരണം പലർക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് എങ്കിൽ പോലും അവര് രാവും പകലുമില്ലാതെ ഊണും ഉറക്കുമില്ലാതെ കൊടും ചൂടിൽ പ്രിയപ്പെട്ട കേരളത്തിൽ നിന്ന് ഹാജിമാർക്കും അതുപോലെ മറ്റുള്ള ഹാജിമാർക്കും വേണ്ടി ജീവൻ മരണ പോരാട്ടമാണ് നടത്തിയത്. വലിയ സേവനമാണ്. അള്ളാഹു എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യട്ടെ, എല്ലാവരുടെയും സേവനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് വലിയൊരു സംഗതിയാണ്. തിരുനബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന ഇവിടെ വരുന്നവർക്ക് വേണ്ടി എന്ന വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടുമാണ് കൽപ്പന. നിങ്ങൾ 2 പേരും ശുദ്ധിയാക്കി വെക്കണം, പരിചരിക്കണം, വേണ്ട പരിപാലനങ്ങളൊക്കെ നടത്തുന്നു. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇബ്രാഹിം നബി, പിന്നീട് പിൽക്കാലക്കാർ സേവന രംഗത്ത് നിയോഗ ഭാഗ്യം സിദ്ധിച്ചവരാണ് KMCCയുടെ പ്രവർത്തകർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോ ഘട്ടങ്ങളിൽ അള്ളാഹു നിയോഗ ഭാഗ്യം നൽകിയവരാണ് ഈ ഹാജിമാരെ സേവിക്കാനും സഹായിക്കാനും വേണ്ടി എത്താറുള്ളത്. അങ്ങനെ നിയോഗഭാഗ്യം സിദ്ധിച്ച ഒട്ടനേകം വളണ്ടിയർമാർ നമ്മുടെ സംഘടനയ്ക്ക് ഒട്ടനേകം വളണ്ടിയർമാരെ ഈ സേവന രംഗത്തേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പുണ്യകം. വളരെ സന്തോഷമുണ്ട് ഏതായാലും നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചത്. അതുപോലെ തന്നെ കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഇനി അടുത്ത KMCCനെ കുറിച്ച് പാട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇറക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മളെ ഇപ്പൊ ഈ വർഷത്തെ ഹജ്ജിന്റെ ഒരു സേവനത്തെ കുറിച്ചിട്ടും നമ്മുടെ മീഡിയ വിങ് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഹജ്ജ് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആവേശം പകരുന്നതിന് വേണ്ടി പാട്ട് എഴുതി വരാറുണ്ട്. ഈ പ്രാവശ്യം പ്രത്യേകിച്ചും ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ കാരണം സജീവമായി പൊതുരംഗത്ത് വരാൻ സാധിച്ചില്ലെങ്കിലും പാട്ട് എഴുതി പാട്ടിലാക്കുക എന്ന ഒരു
പരിപാടിയാണ് ഞാൻ സ്വീകരിച്ചത്. ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി 3 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. കഴിഞ്ഞ തവണയും അതുപോലെ നമ്മൾ ഹാജിമാർ വന്ന് ഇറങ്ങുമ്പോൾ മർഹബൻ യാ ലൈഫു ബില്ല കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ പാട്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ആലപിച്ചുകൊണ്ടാണ് ഹാജിമാരെ സ്വീകരിച്ചത്. അതൊക്കെ വളരെ സന്തോഷം നൽകുന്നത്. അതങ്ങ് കൂടിപ്പാടാം, കൂടിപ്പാടിക്കൊള്ളുന്ന എങ്ങനെ മർഹബൻ യാ ലൈഫു ബില്ല മണ്ണിലല്ല ബൈത്തു കൊള്ള മർഹബൻ യാ ലൈഫു ബില്ല മണ്ണിലല്ല ബൈത്തു കൊള്ള. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ വരികൾ എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് അതൊക്കെ കിട്ടും. തുടർന്നും നിങ്ങളോടൊപ്പം ഇത് ഇപ്പം ചേരാൻ സാധിച്ചാൽ വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് കഴിയും കാലം വരെ എല്ലാ സമയത്തും അതൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പാട്ട് എഴുതിയും മറ്റുമൊക്കെ ഇൻഷാ അല്ലാഹ്. KM കുട്ടി സാഹിബിന്റെ ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ ഇവിടെ ആജിമാർ വന്ന സമയം മുതൽ ഈ 185-ലാണ് ആദ്യമായിട്ട് ആജിമാർ വന്നിറങ്ങിയത്. അന്ന് മുതൽ പാടിയ പാട്ടാണ്. ഇന്ന് അതിന്റെ രചയിതാവാണ് നമ്മുടെ KM കുട്ടി സാഹിബ്. അന്ന് ആജിമാര് വരുന്ന സമയത്ത് മർഹബൻ എന്ന ആ പാട്ട് പാടിയിട്ടാണ് ഓരോ ആജിമാരെയും നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശനം. മാഷാ അല്ലാഹ് ആ 2 വരി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.